പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ. ഇതാ സത്യങ്ങളൊന്നും വിക്രത്തിനോട് തുറന്നു പറയാനാവാതെ ആ വീടിനുള്ളിൽ മനസ്സ് നിറിയിരിക്കുന്നുണ്ട്. എല്ലാവരെയും തന്നിൽ നിന്നും അകറ്റി ആ വീടിന്റെ പടി ഇറങ്ങാൻ ഇതാ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ വിക്രത്തിന് തന്നോടുള്ള സ്നേഹവും ഇഷ്ടവും എത്രമാത്രമുണ്ടെന്ന് ഏതാ നേരം തിരിച്ചറിയുന്നുണ്ട്. വിക്രത്തെ പിരിയാനാവാതെ നെഞ്ചു നീറുന്നുണ്ട്. അന്നേരം കമലം ഗീതയുടെ അരികിലോട്ട് വരുക ഇതേ കണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോക്ക് പറ്റിയത്? 2-3 ദിവസമായി മോക്ക് നല്ല മാറ്റമുണ്ടെന്ന് ശ്രീജ പറഞ്ഞത് സത്യമാണോ മോളെ? മോക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അന്നേരം വേദ പെട്ടെന്ന് കണ്ണുനീർ തുടച്ചുകൊണ്ട് കമലത്തെ നോക്കി പറയുക, അങ്ങനെയൊന്നുമില്ല അമ്മേ, അതവർക്ക് തോന്നുന്നതാ. അച്ഛനെ കാണാത്തതിന്റെ ടെൻഷൻ അമ്മയെ പോലെ തന്നെ എനിക്കുണ്ടല്ലോ. ഈ വീടിന്റെ അവസ്ഥ കളിയും ചിരിയും ഒന്നുമില്ലാത്ത വീടായില്ല. അന്നേരം കമലം പറയുന്നുണ്ട്, ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. മോളും നോക്കിക്കോ, ഇത്രയും പെട്ടെന്ന് ആഷി തിരികെ എത്തും. ഭഗവാന്റെ മുന്നിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാ ആഷി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ വരുമെന്ന്. ഇതിന്റെ സന്തോഷം എന്റെ മുഖത്ത് കാണാനില്ലേ? കമലം സന്തോഷത്തോടെ വേദയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ഉള്ള നീറിക്കൊണ്ട് പുറമേ ചിരിച്ചുകൊണ്ട് വേദ പറയുക, അമ്മ പറഞ്ഞത് സത്യവ, അച്ഛൻ തിരികെ വരും ഇത്രയും പെട്ടെന്ന് തന്നെ. അന്നേരം കമലം അവിടുന്ന് പോകുന്നുണ്ട്. നോക്ക് ഞാൻ ചായ എടുക്കാം, അവളെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ചിട്ട് വാ. അന്നേരം വേദ പൊട്ടി കരയുന്നുണ്ട്. നേരം ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ സക്സസ് ആയി. ഇനി നമ്മുടെ കളിയാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ വേദ തിരികെ അവനെ ഉപേക്ഷിച്ച് പഴയ വേദയായി തിരികെ വരുന്നതിന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ആ മാഷിനെ അങ്ങ് വിട്ടേക്ക്. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, നാളെ രാവിലെ തന്നെ അയാള് വീട്ടിലെത്തിയിരിക്കും. വേദ തിരികെ ഇങ്ങോട്ട് വരികയും ചെയ്യും. അതിനുവേണ്ടി ഡൈവേഴ്സ് നോട്ടീസിൽ ഒപ്പിടിക്കുകയും ചെയ്തു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് നന്നായി, എന്നാ നീ വെച്ചോ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അങ്ങനെ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം രാത്രി ഉറങ്ങാനാവാതെ വേദ വിഷമിച്ചിരിക്കുന്നുണ്ട്. വിക്രത്തിന്റെ മുറിയിലോട്ട് ഏത് പോകുന്നില്ല. ഏത് വരുന്നതും കാത്ത് വിക്രം അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് വിക്രത്തെ മറന്ന് പോകാൻ കഴിയാത്തതിന്റെ ക്ഷമ സഹിക്കാനാവാതെ ഏത് കരഞ്ഞുകൊണ്ട് ഇരുണ്ട മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. നേരം വിക്രവും ഏതയുടെ മാറ്റവും വിക്രത്തിന്റെ ഉള്ളിൽ ഒരു നീറ്റല് പോലെ കിടന്ന് പിടയുന്നുണ്ട്. എന്നെ വിട്ട് ഏത് തിരികെ പോവാനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന ചിന്ത വിക്രത്തിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഏതയെ പിരിയാനാവാതെ ഏതയോട് സംസാരിക്കാനാവാതെ വിക്രം ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്താണ് വേദയ്ക്ക് പറ്റിയതെന്നറിയാതെ വിക്രവും ഉറങ്ങാതെ വേദയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രാത്രി രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. 2 മുറിക്കുള്ളിലായി രണ്ടുപേരും ഒരേ മനസ്സായി പരസ്പരം പിരിയാൻ പറ്റില്ല എന്ന് രണ്ടുപേർക്കും തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. അന്നേരം നേരം പുലരുമ്പോ ആഷിനെ ശ്രീകാന്തിന്റെ ഗുണ്ടകൾ വീട്ടിന്റെ മുറ്റത്തേക്ക് കിടത്തുന്നുണ്ട്. ആരും കാണാതെ അവർ അവിടുന്ന് പോവുക. അന്നേരം ശ്രീജ അതൊക്കെ തുറന്ന് മുറ്റത്തേക്ക് വരുമ്പോ മാഷി കിടക്കുന്നത് കാണുന്നുണ്ട്. അന്നേരം ശ്രീജ ഓടിപ്പോയി ചായന്ന് വിളിക്കുന്നുണ്ട്, അമ്മേ ഓടിവാ, വിക്രം ദേക്ക് അച്ഛൻ. ഇത് കേട്ടതും വിക്രവും വേദയും ഓടി അങ്ങോട്ടേക്ക് വരുക. അന്നേരം മാഷിനെ കണ്ട് കമലം ഓടി പോകുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. മാഷി എന്താ പറ്റിയത്? ബോധമില്ലാതെ കിടക്കുന്ന മാഷിനെ കണ്ട് കമലം ഒത്തിരി പേടിക്കുന്നുണ്ട്. അന്നേരം വിക്രം പറയുന്നുണ്ട്, അമ്മേ അച്ഛനൊന്നുമില്ല, ചേട്ടാ അച്ഛനെ പിടിക്ക്. നേരം എല്ലാവരും കൂടി പിടിച്ച് കൈവരിയിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. നേരം കമലം മാഷിന്ന് വിളിക്കുമ്പോ ഒന്ന് കണ്ണു തുറക്കുകയോ ഇണ്ടുകയോ ചെയ്യാതെ ബോധമില്ലാതെ കിടക്കുന്ന മാഷിനെ നോക്കിയിട്ട് കമലം കരഞ്ഞുകൊണ്ട് വിക്രത്തിനോട് പറയുക, എന്താ മോനെ മാഷിന് പറ്റിയത്? നേരം വിക്രം പറയുന്നുണ്ട്, ഒന്നും ഇല്ലാമേ, അമ്മ പേടിക്കണ്ട, അച്ഛന് ഒന്നും പറ്റിയിട്ടില്ല. നേരം വേദ വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ദേഹമൊക്കെ തണുത്തിരിക്കുക. നേരം പെട്ടെന്ന് എല്ലാവരും ദേഹം മൂടി പിടിപ്പിക്കുന്നുണ്ട്. നേരം ചെറുതായി മാഷ് കണ്ണു തുറക്കുന്നുണ്ട്. സംസാരിക്കാനാവാതെ എല്ലാവരെയും നോക്കുന്നുണ്ട്. നേരം വിക്രം പറയുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അങ്ങനെ എല്ലാവരും ചേർന്ന് മാഷിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. അന്നേരം മാഷിനെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ എല്ലാവരും മതിമറന്ന് നിൽക്കുമ്പോ ഇതയുടെ ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി തനിക്ക് ഈ വീട്ടിൽ താമസിക്കാനാവില്ല എന്ന സത്യം ഇത് മനസ്സിലാക്കുന്നുണ്ട്. എന്റെ അവസാന ദിവസമാണോ ഈ വീട്ടിൽ എന്ന് ഏത് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും മാഷിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുക. അന്നേരം വേദയും പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തി നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല, ശരീരത്തിൽ അമിതമായി മരുന്ന് ചെന്നിട്ടുണ്ട്, അത് മയക്കുമരുന്ന്, അതാണ് ബോധമില്ലാത്തത്. മരുന്നും ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചു കഴിയുമ്പോ ആള് നോർമൽ ആയിക്കോളും, നിങ്ങൾ പേടിക്കേണ്ട. ബിപിയും ഓക്സിജൻ ലെവലും എല്ലാം നോർമലാ, ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. ഇത് കേട്ട് മലത്തിനും വിക്രമിനും വേദിക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. നന്ദിനി ദേഷ്യത്തോട് നിൽക്കുന്നുണ്ട്. ഒരിക്കലും വരില്ല എന്ന് സന്തോഷിച്ചിരുന്ന നന്ദിനി മാഷിനെ കണ്ട് ദേഷ്യത്തോട് നോക്കുന്നുണ്ട്. എന്തിന് തിരികെ വന്നേന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദയുടെ ഫോണിലോട്ട് ശ്രീകാന്ത് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ അവന്റെ അച്ഛനെ ഞങ്ങളെ വിട്ടയച്ചു. അയാൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സുഖമായിട്ടിരിക്കുന്നുണ്ടാവും. അവിടെ എല്ലാവർക്കും സന്തോഷമായി. ഇനിയാണ് എന്റെ കളി. ഞാൻ പറഞ്ഞതുപോലെ നീ ആ വീടിന്റെ പടിയിറങ്ങണം. ഇനി നടക്കാൻ പോകുന്നത് എന്റെ ഗെയിമാ. കടശി കളി. നീ പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തു. ഇനി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീ ചെയ്യണം.
അന്നേരം വേദ പറയുന്നുണ്ട്, ഞാനിപ്പോ ഹോസ്പിറ്റലിലാ, വീട്ടിലെത്തിയ ശേഷം ഞാൻ വിളിക്കാം, അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ശരി, കുറച്ചു സമയം കൂടി നീ അയാളുടെ കൂടെ ഇരിക്ക്, എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരേണ്ടതല്ലേ, ഞാൻ പിന്നെ വിളിക്കാം. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം വിക്രം വേദയുടെ അരികിലോട്ട് വരുക. വിക്രത്തെ കണ്ടതും വേദ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. വിക്രത്തെ മൈൻഡ് ചെയ്യാതെ പോകാൻ നേരം വിക്രം പറയുന്നുണ്ട്, നീയും ഞാനും ആഗ്രഹിച്ചതുപോലെ അച്ഛൻ തിരികെ എത്തി, എനിക്ക് ഒത്തിരി സന്തോഷായി വേദ. ഇത് കേട്ടിട്ടും വേദയുടെ മുഖത്ത് എന്നോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലാന്ന് വിക്രത്തിന് തോന്നുന്നുണ്ട്. ഇത് കണ്ട് വിക്രം ചോദിക്കുക, എന്താ നിനക്ക് പറ്റിയത്, എന്താ എന്നിൽ നിന്ന് മകളാൻ ശ്രമിക്കുന്നത്, ഈ കാണിക്കുന്നതൊക്കെ എന്റെ ഡ്രാമയാ, നിന്റെ മനസ്സ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. നിന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. പുറമേ നീ എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താ നിന്റെ പ്രശ്നം, എന്താണെങ്കിലും എന്നോട് പറയേ, എന്നാലല്ലേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ നീറിയിട്ട് എന്താ കാര്യം. ഇത് കേട്ട് ഇത് പറയുന്നുണ്ട്, ആര് പറഞ്ഞു എനിക്ക് വിഷമം ഉണ്ടെന്ന്, എനിക്ക് ഒരു വിഷമവും ഇല്ല. അച്ഛൻ തിരികെ എത്തിയില്ലേ, നിങ്ങളെ പോലെ തന്നെ എനിക്ക് സന്തോഷം തന്നെയാ. പിന്നെ എന്റെ ഉള്ളു പരിശോധിക്കാനൊന്നും നിങ്ങൾ വരണ്ട. പലപ്പോഴും നിങ്ങൾ എന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിച്ചതല്ലേ, അപ്പോഴൊക്കെ പോകാതെ നിന്നത് ഞാനാ. ഇപ്പോൾ ഞാൻ പോകുന്നുവെന്ന് കേട്ടപ്പോ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇനി നിങ്ങളെ ഉപദേശിക്കാനും നിങ്ങളെ നേർവഴിക്ക് നടത്താനും നിങ്ങളെ കുറ്റപ്പെടുത്താനും ഞാൻ വരില്ലല്ലോ. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, അപ്പോ നീ തീരുമാനിച്ചോ തിരികെ വീട്ടിൽ പോകുന്ന കാര്യം? സീരിയസ് ആയിട്ടാണോ നീ പറഞ്ഞത്? വിക്രം വിഷമത്തോട് ചോദിക്കുന്നുണ്ട്. നിർവേദ പറയുക, ആണെങ്കിൽ ഞാൻ ചിലപ്പോ പോവും. എന്നെ തടയാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് എപ്പോ വേണമെങ്കിലും തിരികെ എന്റെ വീട്ടിലേക്ക് പോകാമെന്ന്. നിങ്ങളോ ഈ വീട്ടിലുള്ളവരോ തടയില്ല എന്ന്. നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് വേദ മാഷിന്റെ അരികിലോട്ട് പോവുക. നേരം വിക്രവും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നേരം മാഷിന് ബോധം വരുന്നുണ്ട്. കമലം മാഷിനോട് ചോദിക്കുക, എന്താ മാഷി പറ്റിയത്? മാഷ് ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്? ഇത്രയും ദിവസം എവിടെയായിരുന്നു? അന്നേരം വേദയും വിക്രവും മാഷിന്റെ അരികിലോട്ട് വരുന്നുണ്ട്. മാഷ് നേരം അവരെ നോക്കിയിട്ട് പറയുക, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് ശരി തന്നെയാ. അന്നേരം നന്ദിനി പേടിച്ച് വിറച്ചു നിൽക്കുന്നുണ്ട്. വിനായകന്റെ കാര്യം മാഷ് പറയുമോ എന്ന് പേടിച്ച് എന്നെയും വിനായകനെയും ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുമോ എന്ന് പേടിച്ച് നന്ദിനി മാഷ് പറയുന്നത് കേൾക്കാനായി കാതോർക്കുന്നുണ്ട്. നേരം മാഷ് പറയുക, ഞാൻ എന്റെ ഇഷ്ടത്തോടെയാ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അതെന്തിനാണെന്ന് തൽക്കാലം നിങ്ങൾ അറിയണ്ട. നേരം വിക്രവും വേദയും പരസ്പരം നോക്കുന്നുണ്ട്. അന്നേരം കമലം പറയുക, അന്ന് എന്താ മാഷി സംഭവിച്ചത്? ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ മാത്രം എന്ത് വിഷമമാ മാഷിനുണ്ടായത്? നേരം വിക്രം ഉടനെ പറയുക, വേണ്ടമ്മേ, അച്ഛനിപ്പോ റെസ്റ്റ് എടുക്കട്ടെ, കൂടുതൽ ചോദിച്ച് അച്ഛനെ വിഷമിപ്പിക്കേണ്ട. അന്നേരം മാഷ് വിക്രത്തിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. നേരം വേദ ചോദിക്കുന്നുണ്ട്, ഇനി എന്താ അച്ഛ പറ്റിയത്? നേരം മാഷ് പറയുക, എന്നെ ഒരു വണ്ടി കൊണ്ട് നിർത്തി കയറ്റി കൊണ്ടുപോയി, പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല, ആരുടെയും മുഖവും ഓർമ്മയില്ല. ഇത് കേട്ട് വിക്രം തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ഇൻസ്പെക്ടർ സാബു വരുക. മാഷിന്റെ മൊഴി എടുക്കാനായി മാഷിന്റെ അരികിലോട്ട് പോയിട്ട് സാബു ചോദിക്കുന്നുണ്ട്. അന്നേരം മാഷ് പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല സാർ, ആരെല്ലാമോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി, വേനൽ കയറ്റി കൊണ്ടുപോയി. അന്നേരം സാബു ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന ആള് പുറത്തേക്ക് പോയത്? അന്നേരം മാഷ് ഒന്നും മിണ്ടുന്നില്ല. അന്നേരം സാബു പറയുക, എന്നിട്ട് എന്താ സംഭവിച്ചത്? അന്നേരം മാഷ് പറയുക, ഞാൻ പറഞ്ഞല്ലോ സാർ, എനിക്കൊന്നും ഓർമ്മയില്ല, ആരാ എന്നെ വീട്ടുമുറ്റത്ത് കൊണ്ട് കിടത്തിയെന്നും അറിയില്ല. അന്നേരം വിക്രം പറയുന്നുണ്ട്, സത്യം പറഞ്ഞ അച്ഛന് ബോധമില്ലായിരുന്നു, അവർ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധമില്ലാതെ കിടത്തുമായിരുന്നു, അതാ അച്ഛനൊന്നും ഓർമ്മയില്ലാത്തത്. കൂടുതലൊന്നും ചോദിച്ച് അച്ഛനെ ടെൻഷൻ അടുപ്പിക്കില്ലേ സാർ? ഇത് കേട്ട് ദേഷ്യത്തോടെ സാബു വിക്രമിനെ നോക്കുന്നുണ്ട്.